നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കൊല്ലം കുണ്ടറ പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദന ആരോപണത്തിൽ CPO ശ്രീജിത്തിന് സസ്പെൻഷൻ. അന്വേഷണ വിധേയമായാണ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തത്. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന ആരോപണത്തിലാണ് നടപടി. സംഭവ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ ഉദ്യോഗസ്ഥർക്കും മെമ്മോ നൽകാൻ നിർദ്ദേശമുണ്ട്. കൊല്ലം ജില്ലാ പോലീസ് മേധാവിയാണ് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയത്. CPO ശ്രീജിത്തിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ അച്ചടക്ക ലംഘനവും ക്രമക്കേടുകളും ഉണ്ടായെന്ന് കണ്ടെത്തിയിരുന്നു. കുണ്ടറ സൊസൈറ്റി മുക്ക് സ്വദേശിയായ സിയാദായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചതിന് പിന്നാലെ മരിച്ചത്. കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ധാരണാപത്രം ഒപ്പുവെച്ചതല്ലാതെ സ്കൂളുകളെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ കേരളം പങ്കെടുത്തിട്ടില്ലെന്ന് കേന്ദ്രം. സംസ്ഥാനത്ത് PM ശ്രീ പദ്ധതിയിൽ ഒരു സംസ്ഥാന സർക്കാർ സ്കൂൾ പോലും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെന്നും കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൌധരി രാജ്യസഭയിൽ വ്യക്തമാക്കി. കോൺഗ്രസ് MP ജബി മേത്തറിന്റെ ചോദ്യത്തിനാണ് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൌധരി ഉത്തരം നൽകിയത്. ശബരിമല നെയ് ക്രമക്കേടിൽ ദേവസ്വം സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടി മന്ത്രി K മുരളീധരൻ. ശബരിമലയിലേക്ക് മിൽമ ഗുണമേന്മ കുറഞ്ഞ നെയ് വിതരണം ചെയ്തതിനായിരുന്നു ക്ഷീരവകുപ്പിന്റെ കണ്ടെത്തൽ. ഇതിൽ ദേവസ്വം വകുപ്പിന് വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കാനും അടിയന്തര നിയമ നടപടി വേണോ എന്ന് അറിയിക്കാനുമാണ് നിർദ്ദേശം. ഗുണമേന്മ കുറഞ്ഞ നെയ് ശബരിമലയിൽ വിതരണം ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. അന്വേഷണ ഉത്തരവ് പുറത്തിറങ്ങി. ദേവസ്വം സെക്രട്ടറിക്കാണ് അന്വേഷണ ചുമതല. മിൽമ നൽകിയ നെയ് ഗുണനിലവാരം ഇല്ലാത്തതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ വിധേയമാകും. നേരത്തെ വിഷയത്തിൽ ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ ഉത്തരവിട്ടിരുന്നു. സംഭവത്തിൽ ഇതിനോടകം വിജിലൻസും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ തുലാഭാര ചടങ്ങിനിടയിൽ ത്രാസ് പൊട്ടി വീണ് V മുരളീധരൻ MLA കാലിന് ചതവ് പറ്റി. അപകടത്തെ തുടർന്ന് അദ്ദേഹത്തെ ആനേറയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പരിശോധനയിൽ കാലിന് പൊട്ടലുകൾ ഇല്ലെന്നും ചതവ് മാത്രമാണ് ഉണ്ടായതെന്നും തെളിഞ്ഞു. ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി. ക്ഷേത്രത്തിൽ നിരവധി തുലാഭാരം ഉണ്ടായിരുന്നെന്നും അതിന്റെ ഭാഗമായി കയർ താഴ്ന്ന് കാലിന്റെ അടിയിൽ കുടുങ്ങിയെന്നും പൊട്ടി വീണിട്ടില്ലെന്നും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ പറയുന്നു. ഓഗസ്റ്റ് 1 മുതൽ മൂന്നാറിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കും 1/2 ലിറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വിൽക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും നിരോധനം ഏർപ്പെടുത്തി മൂന്നാർ പഞ്ചായത്ത്. നിയമലംഘകരെ കണ്ടെത്താൻ 6 അംഗ സ്ക്വാഡിനെയും നിയമിച്ചു. പൊതുജനങ്ങൾക്കും നിയമലംഘനം കണ്ടെത്തി പഞ്ചായത്ത് അധികൃതരെ തെളിവ് സഹിതം അറിയിക്കാം. പിഴത്തുകയുടെ 25% വിവരം നൽകുന്നവർക്ക് പാരിതോഷികമായി നൽകും. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്കണവാടികൾ, മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചത്. റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും റെസിഡൻഷ്യൽ കോളേജുകൾക്കും അവധി ബാധകമല്ല. നാളെയും മറ്റന്നാളും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഏറ്റവും പുതിയ റഡാർ ചിത്രപ്രകാരം കേരളത്തിലെ പത്തനംതിട്ട, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നാളെ അവസാനിക്കും. 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനമാണ് വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ അവസാനിക്കുന്നത്. മത്സ്യബന്ധന ഹാർബറുകളിൽ പ്രതീക്ഷയോടെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ശനിയാഴ്ച പുലർച്ചെ ബോട്ടുകൾ കടലിൽ ഇറങ്ങും. ട്രോളിംഗ് നിരോധനം അവസാനിക്കാനിരിക്കെ നാട്ടിലേക്ക് പോയ ഇതര സംസ്ഥാന തൊഴിലാളികൾ തിരിച്ചെത്തി. ബോട്ടുകൾ എഞ്ചിൻ പണിയും മറ്റും കഴിച്ച് പെയിന്റ് അടിച്ച് ഒരുങ്ങി. പുതിയ വലകളും തയ്യാറായി. ഐസും വെള്ളവും മറ്റ് അവശ്യ സാധനങ്ങളും ഒരുക്കുന്ന തിരക്കിലാണ് തൊഴിലാളികൾ. മാനന്തവാടിയിൽ രക്ഷിതാക്കൾ അറിയാതെ അർദ്ധരാത്രിയിൽ 16-കാരിയെ കൂട്ടിക്കൊണ്ടുപോയി ലഹരി നൽകിയ കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. അഞ്ചുകുന്ന് കല്ലിട്ടാങ്കുഴി ജലീനിയ, കണിയാരം പാലാക്കുഴി, പോത്തനാട്ടിൽ AV അജിത് എന്നിവരാണ് ബുധനാഴ്ച അറസ്റ്റിലായത്. ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6 ആയി. ഈ മാസം 12-ന് അർദ്ധരാത്രിയാണ് കുട്ടിയെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത്. രാത്രി 11 മണിക്ക് പെൺകുട്ടി ഉറങ്ങാൻ പോയതാണെന്ന് രക്ഷിതാക്കൾ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. രാത്രി 1:30-ക്ക് ഒരു ആൺകുട്ടി വിളിച്ച് മകൾക്ക് അപകടത്തിൽ പരിക്കേറ്റതായും മാനന്തവാടിയിലെ ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതായും ഫോണിൽ അറിയിച്ചപ്പോഴാണ് വീട്ടുകാർ വിവരം അറിയുന്നത്. അടുക്കള വാതിൽ തുറന്നിട്ടിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് ആശുപത്രിയിലെത്തി മകളെ കാണുകയായിരുന്നു. ഒരു പെൺസുഹൃത്തും 2 യുവാക്കളും ചേർന്നാണ് വീട്ടിൽ നിന്ന് കൊണ്ടുപോയതെന്ന് ആശുപത്രിയിൽ ലഹരിയുടെ മയക്കത്തിൽ നിന്ന് ഉണർന്ന ശേഷം മകൾ പറഞ്ഞതായാണ് മാതാപിതാക്കൾ പറയുന്നത്. ചായ കുടിക്കാൻ പോകാം എന്ന് പറഞ്ഞാണ് പെൺസുഹൃത്ത് 16-കാരിയെ കൂട്ടിക്കൊണ്ടു പോയതെന്നാണ് വിവരം. അപകടത്തിൽ കാലിനും മുഖത്തും സാരമായി പരിക്കേറ്റ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മാസങ്ങൾക്ക് മുമ്പ് ഒരു നവജാത ശിശുവിനെ വിറ്റുന്ന കേസിൽ
സ്ത്രീ അറസ്റ്റിൽ. കൊല്ലം പരവൂർ കുറുമണ്ടൽകുളത്തിൽ പുത്തൻ വീട്ടിൽ അനീന തെൻസിയാണ് അറസ്റ്റിലായത്. ഈരാറ്റുപേട്ട കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു. ബുധനാഴ്ചയാണ് ഈരാറ്റുപേട്ട പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഈരാറ്റുപേട്ടയിൽ പിടിയിലായ നവജാത ശിശുക്കളെ വിൽക്കുന്ന സംഘത്തിലെ ഇടനിലക്കാരിയായിരുന്നു അനീനയെന്ന് പോലീസിന് ലഭിച്ച സൂചന. ഇതോടെ നവജാത ശിശുക്കളെ വിൽക്കുന്നുണ്ടെന്ന പരാതിയിൽ അറസ്റ്റിലായവരുടെ എണ്ണം 3ആയി. സംഭവത്തിൽ 2 യുവതികൾ കൂടി പോലീസ് നിരീക്ഷണത്തിലാണ്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണം 10 വർഷത്തിൽ ഒരിക്കൽ മതിയെന്ന തീരുമാനത്തിലേക്ക് സർക്കാർ നീങ്ങുന്നു. LDF സർക്കാർ അധികാരമൊഴിയുന്നതിനു മുൻപ് നിയമിച്ച VP ജോയ് അധ്യക്ഷനായ ശമ്പള പരിഷ്കരണ കമ്മീഷനെ സർക്കാർ പുനഃസംഘടിപ്പിക്കും. കമ്മീഷനിലേക്ക് നിയമിക്കാൻ പറ്റിയ അംഗങ്ങൾക്കായി അന്വേഷണം ആരംഭിച്ചു. കർക്കിടക വാവുബലി തർപ്പണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 11 രാത്രി 12 മണി മുതൽ ഓഗസ്റ്റ് 12 ഉച്ചയ്ക്ക് 2 മണി വരെ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെയും വർക്കല മുനിസിപ്പാലിറ്റി പരിധിയിലെയും അരുവിക്കര പെരുങ്കടവിള ഗ്രാമപഞ്ചായത്ത് പരിധിയിലെയും എല്ലാ മദ്യവിൽപ്പനശാലകളുടെയും പ്രവർത്തനം നിരോധിച്ച് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർ അനുകുമാരി ഉത്തരവ് പുറപ്പെടുവിച്ചു. അരാജകത്വം നിരസിക്കാനും വെറുപ്പ് ഒരു രാജ്യത്തെ കരിയർ കെട്ടിപ്പടുക്കുകയോ രാജ്യത്തെ മാറ്റുകയോ ചെയ്യുന്നില്ലെന്നും ഉപദേശം ജെൻസിക്ക് നൽകി രാജീവ് ചന്ദ്രശേഖർ. എക്സിൽ പങ്കുവച്ച പോസ്റ്റിലാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഈ അഭിപ്രായം. നിങ്ങൾ വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യുകയാണോ? എപ്പോഴും വിയോജിക്കുന്നുണ്ടോ? തീർച്ചയായും അതാണ് ജനാധിപത്യം. എന്നാൽ അതിനെ ദുരുപയോഗം ഒരു തന്ത്രമല്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. പൊതുപരീക്ഷകളിലെ ചോദ്യപേപ്പർ ചോർച്ച തടയാൻ കർശന ശിക്ഷകൾ ഉൾക്കൊള്ളുന്ന പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബിൽ ശബ്ദ വോട്ടോടെ ലോക്സഭ പാസാക്കി. ചോദ്യപേപ്പർ ചോർച്ചയിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്ക് 10 വർഷം വരെ തടവും 50 ലക്ഷം വരെ പിഴയും ശിക്ഷയായി നൽകാനാണ് ബില്ലിലെ പ്രധാന വ്യവസ്ഥ. 2024 നിയമത്തിൽ പരമാവധി 5 വർഷം തടവായിരുന്നു വ്യവസ്ഥ. ബിൽ പ്രകാരം പേപ്പർ ചോർച്ച കേസുകളിലെ അന്വേഷണം 2 മാസത്തിനകം പൂർത്തിയാക്കണം. കേസുകളുടെ വിചാരണ വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ രൂപീകരിക്കാനും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ഇത്തരം കേസുകൾ 3 മാസത്തിനകം തീർപ്പാക്കുകയാണ് ലക്ഷ്യം. സംഘടിതമായ പേപ്പർ ചോർച്ച നടത്തുന്ന മാഫിയകൾക്കും ക്രിമിനൽ ശൃംഖലകൾക്കുമെതിരെയും കർശന നടപടി ബിൽ നിർദ്ദേശിക്കുന്നു. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന സംഘടിത സംഘങ്ങൾക്ക് 10 കോടി വരെ പിഴ ചുമത്താൻ പുതിയ ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നു. കൽക്കരി അഴിമതി കേസിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരെയുള്ള 2015 വിചാരണ കോടതി സമൻസ് സുപ്രീം കോടതി റദ്ദാക്കി. CBI നൽകിയ ക്ലീൻ ചിറ്റ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ് മല്യ ബാഗ്ചി, V മോഹന എന്നിവരടങ്ങിയ ബെഞ്ച് അംഗീകരിച്ചു. അദ്ദേഹത്തിനെതിരെയുള്ള എല്ലാ നടപടികളും അവസാനിപ്പിച്ചു. പട്യാല ഹൗസ് പ്രത്യേക CBI കോടതി ജഡ്ജിയായിരിക്കെ ഭരത് പരാശറാണ് സമൻസ് അയച്ചത്. ഇദ്ദേഹം നിലവിൽ സുപ്രീം കോടതി സെക്രട്ടറി ജനറലാണ്. പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് ഇന്റലിജൻസ് ISIയുമായി ബന്ധമുള്ള രാജ്യാന്തര ആയുധക്കടത്ത് ഭീകരവാദ സംഘടനയിലെ 2 പ്രധാന പ്രവർത്തകരെ കൂടി ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് ഒരു സബ് മെഷീൻ ഗൺ, 3 അത്യാധുനിക വിദേശ നിർമ്മിത പിസ്റ്റലുകൾ, 82 ലൈവ് കാട്രിഡ്ജുകൾ എന്നിവ കണ്ടെടുത്തതായി അധികൃതർ അറിയിച്ചു. പുതിയ അറസ്റ്റുകളോടെ കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം 18ആയി. അതേസമയം ആകെ കണ്ടെടുത്തത് 32 അത്യാധുനിക വിദേശ നിർമ്മിത ആയുധങ്ങളും 363 വെടിയുണ്ടകളുമാണ്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമത്തിലെ UAPA വ്യവസ്ഥകൾ ഇതിനകം കേസിൽ ചുമത്തിയിട്ടുണ്ട്. ഡൽഹിയിലും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും നടന്ന നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരായ പ്രതിഷേധങ്ങളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ അമിതമായ ബലപ്രയോഗം നടത്തിയെന്ന ആരോപണത്തെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാകുമ്പോൾ ചുമതലകൾ നിർവഹിക്കുന്നതിൽ എടുക്കുന്ന എല്ലാ ആത്മാർത്ഥമായ തീരുമാനങ്ങളിലും താൻ ഉറച്ചു നിൽക്കുമെന്നും ഉത്തരവാദിത്തം ഉയർന്നു വരുന്നിടത്തെല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നും സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPF ഡയറക്ടർ ജനറൽ ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് ജവാന്മാർക്കും ഉദ്യോഗസ്ഥർക്കും ഉറപ്പു നൽകി. ദേശീയഗാനമായ ജനഗണമനയ്ക്ക് നിലവിൽ ഉള്ള അതേ നിയമപരമായ സംരക്ഷണങ്ങൾ ദേശീയഗാനമായ വന്ദേ മാതരത്തിന് നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്ത 2026 ദേശീയ ബഹുമതിയെ അപമാനിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ ബുധനാഴ്ച രാജ്യസഭ പാസാക്കി. 1971 ദേശീയ ബഹുമതിയെ അപമാനിക്കുന്നത് തടയൽ നിയമം ഭേദഗതി ചെയ്യുന്ന ഈ നിയമനിർമ്മാണം വന്ദേ മാതരത്തെ മനഃപൂർവ്വം അപമാനിക്കുന്നത് 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന കുറ്റമാക്കി മാറ്റുന്നു. ബുധനാഴ്ച രാത്രി ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തി അമേരിക്ക. ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കെതിരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ആക്രമണം നടത്തിയത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഇറാനിൽ അമേരിക്ക നേരിട്ട് നടത്തുന്ന ആദ്യത്തെ ആക്രമണമാണ് ഇത്. അമേരിക്കൻ സൈനികർക്ക് നേരെയുണ്ടായ ആക്രമണത്തിനുള്ള ശക്തമായ മറുപടിയാണിതെന്ന് US സെൻട്രൽ കമാൻഡ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. പാകിസ്ഥാനിലെ ഹാംഗോ ജില്ലയിലെ
ഖൈബർ പഖ്തൂണിലെ ഒരു ചെക്ക് പോസ്റ്റിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ ഒരു DSP ഉൾപ്പെടെ 7 പോലീസ് ഉദ്യോഗസ്ഥരും 8 തീവ്രവാദികളും കൊല്ലപ്പെട്ടു. ഹംഗു ജില്ലയിലെ ഖസീന ബന്ദ് പോലീസ് ചെക്ക് പോസ്റ്റിനെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം ഉണ്ടായത്. ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണ്. ഇറാനുമായി സഖ്യത്തിലേർപ്പെട്ട ഹൂത്തികൾ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുകയും സമുദ്ര ഉപരോധം പ്രഖ്യാപിക്കുകയും ഗതാഗത ഫീസ് ഈടാക്കുന്നത് പരിഗണിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ചെങ്കടൽ കപ്പൽ ഗതാഗതത്തെ സംരക്ഷിക്കുന്നതിനായി സൗദി അറേബ്യ ഒരു അന്താരാഷ്ട്ര സഖ്യം രൂപീകരിക്കാൻ ശ്രമിക്കുകയാണ്. നിർദ്ദിഷ്ട സഖ്യം ഇപ്പോഴും ചർച്ചയിലാണ്. അതിന്റെ അന്തിമ ഘടന തീരുമാനിച്ചിട്ടില്ല. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്ര വ്യാപാര പാതകളിൽ ഒന്നിനെ സംരക്ഷിക്കുന്നതിനുള്ള വഴികൾ റിയാദ് പര്യവേഷണം ചെയ്യുന്നതിനാൽ ഡസൻ കണക്കിന് രാജ്യങ്ങളുമായി ചർച്ചകൾ തുടരുകയാണ്. അർജന്റീനയിലെ സാൻ ജുവാൻ പ്രവിശ്യയിൽ ബുധനാഴ്ച ഒരു അഗ്നിശമന സേനാ ഹെലികോപ്റ്റർ തകർന്നു വീണ് അയൽരാജ്യമായ ലാ റിയോജയിലുണ്ടായ കാട്ടുതീ അണയ്ക്കാൻ പോയ 7 ഉദ്യോഗസ്ഥർ മരിച്ചു. സാൻ ജവാനിലെ ഇഷിഗ്വാലസ്റ്റോ നാച്ചുറൽ പാർക്കിലെ കാട്ടുതീ അണയ്ക്കാൻ വിന്യസിച്ചിരുന്ന ബെൽ 412 വിമാനത്തിന് ബുധനാഴ്ച രാവിലെ ബേസുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതായി അടിയന്തര സേവനങ്ങൾ അറിയിച്ചു. കൊല്ലപ്പെട്ടവരിൽ അഗ്നിശമന സേനാംഗങ്ങളും പോലീസ് ഉദ്യോഗസ്ഥരും സിവിൽ പ്രൊട്ടക്ഷൻ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. അപകടത്തിന് പിന്നാലെ സാഹചര്യങ്ങൾ വ്യക്തമല്ലെന്ന് അടിയന്തര സേവനങ്ങൾ അറിയിച്ചു. അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ അധികൃതർ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.